ഈ പ്രസ്താവനകൾ കേട്ടാൽ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആരും അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ അതിലാരും കുറ്റപ്പെടുത്താൻ കഴിയില്ല. പി സി ജോർജിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം കാണുമായിരിക്കാം, ഇല്ലാതെ ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം അത് നിഷേധിക്കേണ്ടത് പി സി ജോർജാണ്. പക്ഷേ ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള അങ്ങയുടെ ചോദ്യത്തിന് കൂടുതൽ പ്രസക്തമാണ്. അതിന് വ്യക്തമായ മറുപടി ശ്രീ പി സി ജോർജ് തന്നെ പറയേണ്ടതാണ്. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി നിൽക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ പി സി ജോർജ് ഈ പറയുന്ന അഭിപ്രായങ്ങളോടും നിലപാടുകളോടും ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം കേരള കോൺഗ്രസ് പാർട്ടിക്കില്ല. അത് സീറ്റ് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളെല്ലാം കഴിയട്ടെ, അപ്പോൾ ആലോചിക്കാം അല്ലേ ശ്രീ ആന്റണി രാജു? അല്ല, അത് രാഷ്ട്രീയത്തിൽ ഒരു തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞത് എപ്പോഴാണെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. സീറ്റ് ചർച്ചകൾ തന്നെ അതിനൊരു കാരണമാകണമെന്നില്ലല്ലോ. ഒരു നയങ്ങളുടെയും പരിപാടികളുടെയും അടിസ്ഥാനത്തിലാണ് മുന്നണി ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. അത് കേരള കോൺഗ്രസ് പാർട്ടി വളരെ കാലമായി ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. അതിനൊരു സീറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തിൻ്റെ പേരിലോ ഉലച്ചിൽ സംഭവിക്കാവുന്നതല്ല മുന്നണി ബന്ധങ്ങൾ. ശ്രീ കെ എൻ എ ഖാദർ, താങ്കൾ പറഞ്ഞു UDF-ൽ എടുക്കേണ്ട ഒരു നിലപാട്, അവിടെ സംസാരിക്കേണ്ട വിഷയങ്ങൾ ഒരു ചാനലിൻ്റെ പൊതു ചർച്ചയിൽ പങ്കെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. താങ്കളുടെ ഭാഗം ന്യായമാണ്, അത് ശരിയുമാണ്. ഒരു കാര്യം താങ്കൾക്ക് പറയാമല്ലോ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണല്ലോ. ഗണേഷ് കുമാർ എന്ന് പറയുന്ന അക്കാലത്ത് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടി എന്നതിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വരുന്ന ഒരാളെ തിരികെ കൊണ്ടുവരുന്നതിലൂടെ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ട് എന്ന് താങ്കൾക്ക് പറയാമോ? നിങ്ങൾ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതായത് ഇല്ല, അത് ഞാൻ പറയട്ടെ. ഇത് നിങ്ങളിപ്പോൾ നേരത്തെ ഒരു നിഗമനത്തിലെത്തി മുസ്ലിം ലീഗിന് എതിർപ്പില്ല എന്ന് അടുത്ത ആളോട് താങ്കൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഞാൻ എതിർപ്പില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അതിലൊരു തീരുമാനം പറഞ്ഞില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായക്ക് എന്തുകൊണ്ട് കോട്ടം സംഭവിച്ചു, അങ്ങനെ കോട്ടം സംഭവിച്ചതിൽ ഗണേഷ് കുമാറിൻ്റെ പങ്ക് എത്ര ശതമാനമാണ്, അതിന് വല്ല മാറ്റവും ഇപ്പോൾ വന്നിട്ടുണ്ടോ, അതിന് അദ്ദേഹം ഇപ്പോൾ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതിന് നിങ്ങൾ കാര്യമായിട്ടൊരു ഉത്തരവൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു, അദ്ദേഹത്തിൻ്റെ രീതിയും ശൈലിയൊക്കെ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധമുണ്ടോ, ഈ വക വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമല്ലോ. ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിന് തെറ്റില്ല എന്ന് ഭൂരിപക്ഷം വരുന്ന ഘടകകക്ഷികളും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും സമ്മതിച്ചാൽ അദ്ദേഹത്തിനെ മന്ത്രിയാക്കുന്നതിന് കുഴപ്പമില്ല. അതല്ല, അതുകൊണ്ടാണോ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുള്ളത്? മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള സമുന്നതരായ നേതാക്കൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് പറഞ്ഞത് വരട്ടെ, കാത്തിരിക്കാം, എന്നിട്ട് ആലോചിക്കാമെന്ന്. അല്ല, കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കന്മാർ പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു സ്റ്റൈലാണ്. ഞാൻ എങ്ങനെ അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം എന്താണ്? അവരങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് അവരുടെ നേതാക്കന്മാരോട് ചോദിക്കേണ്ടതാണ്. കോൺഗ്രസ് ചിലപ്പോൾ അവരെ സംസാരിക്കാൻ ചുമതലപ്പെടുത്തി കാണും, ചിലപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അവർ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടത് ആ പാർട്ടിയാണ്. അത് ഞങ്ങൾ അതിൽ പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ഒരു പക്ഷത്തെ എതിർക്കാനോ വേറൊരു പക്ഷത്തെ അനുകൂലിക്കാനോ ഞങ്ങളില്ല. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുമായിട്ടാണ്, ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള. ഇതേ താങ്കൾ പറഞ്ഞല്ലോ, ഇതേ പാർട്ടിയിൽപ്പെട്ട നേതാക്കളാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ ഒരു ഭാഗത്ത് നിന്നും തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഹൈക്കമാൻഡ് ഇടപെടണം, എന്താണ് കോൺഗ്രസിന് ലീഗിനോടുള്ള നിലപാടെന്ന് വ്യക്തമാക്കണമെന്ന്. കോൺഗ്രസിലെ ഈ വലിയ ജനാധിപത്യത്തെ, വിശാലമായ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന താങ്കളെ പോലുള്ളവർക്ക് അന്ന് ഇത് തോന്നിയില്ലല്ലോ. അന്ന് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞതാണ്, ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടാണ് ബന്ധമുള്ളത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത് അവരുടെ നേതാവ് ആരാണ്, അവരുടെ മുഖ്യമന്ത്രി ആരാണ്, അവരുടെ മന്ത്രിമാരാരാണ് എന്നൊക്കെ ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് പറയാവുന്ന കാര്യങ്ങൾ അവർ പറയുന്നത്. ശ്രീ വി എസ് സുനിൽകുമാർ, ഒരു വിഭാഗം വിശ്വസിക്കുന്നു ഗണേഷ് കുമാറിന്റെ അന്നത്തെ നിലവിലുണ്ടായിരുന്ന സാഹചര്യം അവസാനിച്ചു, ഗാർഹിക പീഡന പ്രശ്നം തീരുന്നു, അതിന് നഷ്ടപരിഹാര തുകയായി ഒരു തുക നൽകുകയും ചെയ്തു, യാമിനി തങ്കച്ചിയുമായുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. ഇപ്പോൾ ഗണേഷ് കുമാറിന് തിരിച്ചു വരാം, അദ്ദേഹം നല്ല മന്ത്രിയാണ് എന്ന് ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം.
പബ്ലിക്കിന് തോന്നാം, എൻ്റെ അഭിപ്രായമല്ല പറഞ്ഞു. തോന്നാം. ആയിക്കോട്ടെ, എന്തായാലും ആ രീതിയിലുള്ള ഒരു പ്രതികരണം റഫറൻഡ് അല്ല ഇവിടെ നടത്തേണ്ടത്. ഇപ്പൊ നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞൊരു കാര്യം, ശ്രീ ഫസൽ ഗഫൂർ ഇവിടെ സൂചിപ്പിച്ച് സാമ്പത്തിക ഇടപാടൊക്കെ തീർത്തല്ലോ എന്ന്. അതേ പറഞ്ഞ കാരണം ഈ ഗവൺമെന്റ് തന്നെ ഒരു സാമ്പത്തിക ഇടപാടിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറയുന്നത് മുഴുവിപ്പിക്കാൻ ഗോപികൃഷ്ണൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. നേരത്തെ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞ എന്താ, എൻ്റെ മകൻ അഴിമതിക്കാരനാണ്, അവൻ്റെ ഓഫീസ് അഴിമതിക്കാരനാണ്. ഗണേഷ് കുമാർ പറഞ്ഞ എന്താ, ഞാൻ അഴിമതി നടത്താൻ സമ്മതിക്കാത്തത് കൊണ്ട് പാർട്ടി നേതാക്കന്മാരും ചെയർമാനും പല അഴിമതികൾ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് അഴിമതിക്കാരായ ആളുകൾ എൻ്റെ അച്ഛൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം സംഭവിച്ചെന്താ, രണ്ടു കൂട്ടരും തമ്മിൽ അടയും ചക്കരയായി മാറി അവരൊരുമിച്ചു. അതിനുശേഷം പിന്നെ ആർ ബാലകൃഷ്ണപിള്ളയെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു, 14 ലക്ഷം രൂപ കാറും മേടിച്ചു കൊടുത്തു. കേരളത്തിൽ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് എന്താ, എൻ്റെ മകൻ നല്ല മനുഷ്യനാണ്, അവനെ മന്ത്രിസഭയിലേക്ക് എടുക്കണം. കാരണം എന്താ, സാമ്പത്തിക ഇടപാടാണ്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടെല്ലാം ശരിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഗവൺമെന്റ് കോടതി പറയുന്ന പോലെ ഒരു മാഫിയ ഗവൺമെന്റാണ്. മാഫിയക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി ഗണേഷ് കുമാർ വരണോ വേണ്ടേ എന്നുള്ള അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ കേരളത്തിലെ ജനങ്ങളുണ്ട്. ഇവിടെ നേരത്തെ ആന്റണി രാജു പറഞ്ഞൊരു കാര്യമുണ്ട്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ ജനവികാരം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ, നിലവിലൊരു അഫിഡവിറ്റ് നിലനിൽക്കുന്ന അങ്ങനെ അഫിഡവിറ്റും കൂടി നിലനിൽക്കുകയാണെങ്കിൽ ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരണ്ട എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി രാജിവെക്കുകയും വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം വളരെ ന്യായമാണ് എന്ന് മിതമായ ഭാഷയിൽ പറയാൻ കേരളത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരിക എന്നുള്ളത് രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യമല്ല, ഈ രാജ്യത്തെ ഏതെങ്കിലും വകുപ്പിന്റെ ആവശ്യമല്ല. ഇത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? ഗണേഷ് കുമാറും ഗണേഷ് കുമാറിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പിതാവും പിന്നെ ആഗ്രഹിക്കുന്ന ഒരാൾ ഉമ്മൻചാണ്ടിയുമാണ്. അതിന് കാരണം അവർ തമ്മിൽ ചില കൊള്ളക്കൊടുക്കുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ദുരൂഹതകൾ എന്തൊക്കെയാണെന്ന കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാം. ഉമ്മൻചാണ്ടി 1 മണിക്കൂർ നേരം ബിജു രാജേഷുമായി സംസാരിച്ച കാര്യം എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുമായി ഗണേഷ് കുമാർ ബന്ധമുണ്ട്, വേറെ ബന്ധമുണ്ട്. ഇവിടെ സുനിൽകുമാർ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ താല്പര്യമാണ് ഗണേഷ് കുമാറിനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. UDF എടുത്തിട്ടുള്ള നിലപാട് തീരുമാനം മുഖ്യമന്ത്രി എടുക്കട്ടെ എന്നതാണ്. ഘടകകക്ഷികൾ ഈ ഗണേഷിന്റെ വരവ് സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കും എന്നതാണ് എങ്കിൽ പോലും ഘടകകക്ഷികൾ ഒരു നിലപാട് സ്വീകരിക്കാത്തതിന് കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതിന്റെ ഭാഗമായിട്ടല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ തന്നെ ബേസിക്കലി ഇതിനൊരു വളരെ എന്താ പറയുക, ഇതൊരു മറ്റേ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ നിലക്ക് തന്നെ ഇതിൽ ഒരു MLA പോയാൽ തന്നെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. ആ നിലക്ക് എല്ലാവരെയും ഇങ്ങനെ ഇതിട്ടുകൊണ്ട് ഒരു വലയത്തിൻ്റെ ഉള്ളിൽ നിർത്തേണ്ട ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. പക്ഷേ അത് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകിച്ച് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവരുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ UDF ചർച്ച ചെയ്താൽ തന്നെ ആ ആവശ്യമാണ് അവർ എടുക്കുകയുള്ളൂ. അതായത് ഈ ബാലകൃഷ്ണ പിള്ളയുടെ പാർട്ടിയെ UDFൽ നിലനിർത്തേണ്ടതും ഗണേഷ് കുമാർ എന്ന MLA UDFന് സപ്പോർട്ടായിട്ട് നിർത്തുന്നത് അവരുടെ ആവശ്യമാണ്. അത്രമാത്രം അതിൻ്റെ അകത്തുള്ളൂ. അല്ല അതിൽ ഇങ്ങനെ വലിയൊരു അഴിമതിയോ കാര്യങ്ങളോ ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിടത്തോളം കാര്യം, ഞാൻ ഗണേഷിൻ്റെ വക്കാലത്ത് പറഞ്ഞല്ല, നമ്മളൊരു ഫാക്റ്റ് പറയണം. ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിടത്തോളം, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സിനിമ ഇൻഡസ്ട്രിയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് കുറച്ചും കൂടെ അടുപ്പമുള്ളതുകൊണ്ട് ഗണേഷ് കുമാർ ഒരു കറപ്റ്റ് മിനിസ്റ്റർ ആയിരുന്നില്ല എന്നാണ് ഞങ്ങൾ ഒരു സാധാരണ ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ നിലക്ക് പക്ഷേ അദ്ദേഹത്തിന് ഞാൻ വീണ്ടും പറയണേ, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വിഷയങ്ങൾ ഒരു കാലത്ത് കരുണാകരൻ മുരളീധരനും തമ്മിലുണ്ടായ മാതിരി തന്നെ ബാലകൃഷ്ണ പിള്ളയും അദ്ദേഹം കൂടെ തമ്മിലുള്ള പേഴ്സണൽ ഇക്വേഷൻ്റെ ബേസിസിലാണ് ഇത് മുഴുവൻ വഷളായിട്ടുള്ളത്. അല്ലാതെ ഒരു സാമ്പത്തികമായിട്ടുള്ള പിന്നെ നമ്മുടെ സുനിൽകുമാർ പറഞ്ഞ മുഴുവൻ സമ്പത്താന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ വിഷയമാണ്. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടിൻ്റെ ബേസിസിലല്ല. എനിക്കറിയാം വ്യക്തമായിട്ട് ഈ കോർപ്പറേഷനുകൾ, നമ്മുടെ ഫിലിം കോർപ്പറേഷനിൽ സാബു ചെറിയാനും പ്രിയദർശനെയൊക്കെ നിയമിച്ചതാണ് ഇവർ തമ്മിലുള്ള യഥാർത്ഥത്തിൽ ഈ ഫൈറ്റിൻ്റെ തുടക്കത്തിൽ ഒരു മുഖ്യ കാരണം. അന്ന് അദ്ദേഹം നിരുപാധികമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലെ കാര്യപ്പെട്ടവർ അങ്ങനെ നിയമിച്ചു. അദ്ദേഹം പാർട്ടിയൊന്നും നോക്കിയില്ല. ഫസ്റ്റ് ഉണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞു. കാരണം അവർക്ക് കിട്ടിയ 2 ചാൻസാണ്, 2 കോർപ്പറേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗണേഷ് കുമാർ എടുത്ത തീരുമാനങ്ങളാണ് ബാലകൃഷ്ണ പിള്ളയെ ചൊടിപ്പിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ആ പാർട്ടിയായിട്ടുള്ള ഒരു ഇടച്ചിൽ വന്നത്. അപ്പോൾ അതിനെ ഞാനതൊരു കറപ്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നില്ല.